ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അജ്മൽ സൊല്യൂഷൻസ്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു കടലാണ് അല്ലേ. നമ്മളിന്നൊരു സാഗരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത്, ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത്രയും, അതായത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇതിൽ നമുക്ക് ലൈൻസ്, ആംഗിൾസ്, ട്രയാങ്കിൾസ്, സർക്കിള്, ഇനിയിപ്പം ക്വാഡ്രിലാറ്ററൽ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് ഈ ട്രയാങ്കിൾ തന്നെ എത്ര വലിയ ടോപ്പിക്കാണ് നിങ്ങൾക്കറിയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പല ട്രയാങ്കിളിൻ്റെ സെൻറ്റേഴ്സിനെ കുറിച്ച്. ഇൻ സെൻറ്റർ, സർക്കം സെൻറ്റർ, ഓരോ സെൻറ്ററിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് ഫോളോ ചെയ്ത് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആയിരിക്കും ജോമെട്രി, മെൻസുറേഷൻ ഒക്കെ. കാരണം എന്താ വെച്ചാൽ അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, SSC അല്ലെങ്കിൽ TCS ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മളിപ്പോൾ അരിത്തമെറ്റിക് പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ പറയും നിങ്ങൾ അരിത്തമെറ്റിക്കിൽ സ്ട്രോങ് ആണ്. ശരിയാണ്, അരിത്തമെറ്റിക്കിൽ മിക്കവാറും ആളുകളും സ്ട്രോങ് ആയിരിക്കും. എല്ലാവർക്കും അഡ്വാൻസ് ആയിരിക്കും ഒരു പേടി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അരിത്തമെറ്റിക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷേ ചിലപ്പോൾ എക്സാമിന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലെങ്തി ആയിരിക്കും. നമുക്കറിയാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, സ്റ്റെപ്പുകൾ അറിയാം, പക്ഷേ അത് കാൽക്കുലേറ്റീവ് ആയ ക്വസ്റ്റ്യൻസ് വരാം. അതായത് നമുക്ക് അവിടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയങ്ങളിൽ ജോമെട്രിയിൽ ഫോർ എക്സാമ്പിൾ ഇൻസെൻറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. അതായത് ഇൻസെൻറ്ററിൽ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും വെർട്ടെക്സ് ആംഗിളും നമ്മൾ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് 10 സെക്കൻഡോ 5 സെക്കൻഡോ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് റിലേഷൻ അറിയില്ലെങ്കിലോ നിങ്ങൾക്ക് ചെയ്യാനേ പറ്റില്ല. അങ്ങനൊരു വിഷയം ഈ അഡ്വാൻസ് ടോപ്പിക്കിന് പ്രത്യേകിച്ച് ഈ ജോമെട്രിക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കോർ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതേസമയം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കാണ്. രണ്ടും പറയണല്ലോ അല്ലേ, ഒരു കാര്യം പറയുമ്പോൾ രണ്ടും പറയണല്ലോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നിങ്ങളൊരു CGL ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ടയർ 2 നിങ്ങളെ വിധി നിർണ്ണയിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് ഈ അടുത്തായിട്ട് ചോദിച്ച് കാണുന്നത്. ആകെ 2017 മെയിൻസിൽ മാത്രമേ ഉള്ളൂ ഈ ജോമെട്രിയും മെൻസുറേഷനൊക്കെ ഒരു വെറൈറ്റി, അതുവരെ ചോദിച്ചെന്ന് വ്യത്യസ്തമായി ചോദിച്ച ഒരു പേപ്പർ എന്ന് പറയുന്നത് 2017 ടയർ 2 ആയിരുന്നു. 2018 ടയർ 2 പേപ്പർ നോക്കിയാൽ അത് വളരെ എളുപ്പമായിരുന്നു ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എത്രയേ ഉള്ളൂ, നോട്ട് ഫോളോ ചെയ്യുക, ഓരോരോ തിയറി പാർട്ടും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ച് മാർക്ക് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. സ്റ്റാർട്ടിങ് മുതൽ ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ? പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് തന്നെ അല്ലേ. പക്ഷേ ഈ പോയിന്റിന് നമ്മളൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സർക്കിൾ വിച്ച് ഡു നോട്ട് ഹാവ് റേഡിയസ്, അല്ലെങ്കിൽ വിച്ച് ഡസ് നോട്ട് ഹാവ് റേഡിയസ്. റേഡിയസ് ഇല്ലാത്തൊരു സർക്കിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം സർക്കിൾ എന്താണെന്ന് പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് സർക്കിൾ എന്താണെന്ന് അറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ഒരു എ സർക്കിൾ വിച്ച് ഡസൻറ്റ് ഹാവ് എ റേഡിയസ് ഈസ് കോൾഡ് പോയിന്റ്. പക്ഷേ ഇതിലൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് പറയാന്നുള്ള രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. പോയിന്റ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു പോയിന്റ് എന്നാൽ എന്താണ്? ഇതാണ് ഒരു പോയിന്റ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ലൈൻ എന്തായിരിക്കും? ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഈ ലൈനിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. അതായത് കളക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ് എന്ത്? ലൈൻ. കളക്ഷൻ ഓഫ് പോയിന്റ്സ്, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമ് ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന എന്താണ് ആംഗിൾ? ഇതെന്നാണ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഇൻക്ലിനേഷൻ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ ടു നോൺ കൊളീനിയർ റേസ് വിച്ച് ഹാവ് വൺ കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കോൾഡ്. അതായത് ഈ ലൈന് ഇതിനൊരു കോമൺ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇൻക്ലിനേഷൻ എന്താ അതിന് പറയാം? ഇതെന്നാണ് ആംഗിൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പോയിന്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഭ്രാന്തായി പോയി ടോപ്പിക്ക്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ആംഗിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. അക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിങ്ങൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിലും. അതുകൊണ്ട് അതൊന്നും ഞാൻ അധികം പറയുന്നില്ല, അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ആംഗിൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ തന്നെയെന്നല്ലേ പറയാനുള്ളൂ. ഓക്കെ, അതിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല ശരിക്കും. ഓക്കെ, നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നമുക്ക് അറിയുന്നതാണ് എന്താണ് ആംഗിൾ, ലൈന്, പോയിന്റ് എന്നൊക്കെ. അപ്പോൾ ഞാൻ നേരെ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പഠിച്ചിട്ടുണ്ടാവും ന്യൂനകോണെന്നൊക്കെ. പക്ഷെ എന്താണെന്ന് ഞാൻ പറയാം. നോക്കൂ, അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് ഞാൻ പറയാം. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആൻ ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാൾ ചെറിയ ആംഗിളിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്. ഓക്കെ, ആംഗിൾ നമ്മൾ തീറ്റ റെപ്രസെന്റ് ചെയ്തു. അപ്പോൾ 90 ഡിഗ്രിനേക്കാൾ ചെറിയ ആംഗിളിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി, 90നേക്കാൾ ചെറുത്. ഫോർ എക്സാമ്പിൾ
45 ഡിഗ്രി 30 ഡിഗ്രി ഒക്കെ എന്താണ് അക്യൂട്ട് ആംഗിൾ ആണ്. ഇനി റൈറ്റ് ആംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താ സംഭവം? ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതാണ് റൈറ്റ് ആംഗിൾ. മട്ടകോൺ എന്ന് കേട്ടിട്ടില്ലേ? മട്ടകോൺ, അതാണ് സംഭവം. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അക്യൂട്ട് ആംഗിൾ തീറ്റ 90-നേക്കാൾ കുറവാണ്. റൈറ്റ് ആംഗിളിൽ തീറ്റ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിളിൽ തീറ്റ എന്താണ്? 90-നേക്കാൾ കൂടുതലാണ്. ഈ സിമ്പൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്, ഇത് ലെസ് ദാൻ ആണ് അല്ലേ? ഇത് 90-നേക്കാൾ ചെറുതാണ്, ഇത് 90-നേക്കാൾ വലുതാണ്. അതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ മലയാളം എന്താ? ബൃഹത് കോണം എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എനിവേ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കൂടുതലുള്ള ആംഗിളാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90-നേക്കാൾ കൂടുതലാണ്. ഇത് എന്ത് ആംഗിളാണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ, ഈ ആംഗിൾ എത്ര? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര? അത് 180 ഡിഗ്രിയാണ്. തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിന്റെ പേരാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ നമ്മളിവിടെ എത്ര ലൈൻ വരച്ചാലും, ഓക്കെ, എത്ര ലൈൻ വരച്ചാലും ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഒരു ലൈനിൽ നമ്മൾ എത്ര ആംഗിൾ വരച്ച്, ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയുകയാണ് ഈ ആംഗിൾ 45 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും നോക്കാനില്ല. ഇത് രണ്ടും, ഇതിന് നമ്മൾ പറയുന്ന പേര് ലീനിയർ പെയർ എന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇത് 45 എത്ര ആയിരിക്കും? 120. ആ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അടുത്തത് നോക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇങ്ങനെ തന്നെ ഞാൻ ഇതേപോലെ തന്നെ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ, ഇങ്ങനെ ഇത് മാത്രം എഴുതിയാൽ മതി. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ലെസ് ദാൻ 90, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ 90. അറിയുന്നുണ്ടെങ്കിൽ ഏതേലും വേണ്ട. ഓക്കെ, തീരെ ടച്ച് ഇല്ലാത്ത വിട്ടുപോയ ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണ്. സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റ 180 ഡിഗ്രിയാണ്. റിഫ്ലക്സ് ആംഗിൾ എന്താണ്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റന്റെ വാല്യൂ എന്ന് പറയുന്നത് 180-നേക്കാൾ വലുതാണ്, പക്ഷേ 360-നേക്കാൾ ചെറുതാണ്. ഓക്കെ, 180 ഡിഗ്രി 360 ഡിഗ്രി അതിനിടയിലുള്ള ആംഗിളാണ് എന്തെങ്കിൽ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, തീറ്റ ഇൻ ബിറ്റ്വീൻ 180 ആൻഡ് 360, 180-ന്റെയും 360-ന്റെയും ഇടയിലുള്ള ആംഗിളാണ് റിഫ്ലക്സ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ഡിഗ്രി. അതായത് തീറ്റ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് കംപ്ലീറ്റ് ആംഗിൾ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആംഗിളിനെ കുറിച്ച് പഠിച്ചത്. ഏതൊക്കെ ടൈപ്പ് ആംഗിൾ? അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിൾ, കംപ്ലീറ്റ് ആംഗിൾ. ക്ലിയർ അല്ലേ? ഇതിലിപ്പം ഡൗട്ട് ഉണ്ടാകാൻ മാത്രമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. കോംപ്ലിമെന്ററി ആംഗിൾസും സപ്ലിമെന്ററി ആംഗിൾസും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ആണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണോ സപ്ലിമെന്ററി ആംഗിൾസ് ആണോ? രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ അത് കോംപ്ലിമെന്ററി ആണോ സപ്ലിമെന്ററി ആണോ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾ, അതിന്റെ സമ്മ് എത്രയായിരിക്കും? അതിന്റെ സമ്മ് 90 ഡിഗ്രി ആയിരിക്കും. ആ രണ്ട് ആംഗിൾ എന്ന് പറയുന്ന പേരാണ് കോംപ്ലിമെന്ററി ആംഗിൾസ്. ഫോർ എക്സാമ്പിൾ 30, 60. ഈ രണ്ട് ആംഗിൾസ് കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. കാരണം എന്താ? ഇതിന്റെ രണ്ടിന്റെയും സമ്മ് 90 ഡിഗ്രിയാണ്. ഇനി ഈ 30ക്ക് പറയുന്ന പേര് ഈ 60ന്റെ എന്താണ്? കോംപ്ലിമെന്റ് ആണെന്ന് പറയും. അതേപോലെ ഈ 60 എന്ന് പറഞ്ഞാൽ 30ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയും. ഓക്കെ, ഈ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ഓക്കെ, രണ്ട് ആംഗിളിന്റെ സമ്മ് 180. ഞാനിത് പണ്ട് പഠിക്കുന്ന സമയത്ത് ഇത് ഓർമ്മിച്ച് വെച്ച് എങ്ങനെയാണെന്ന് അറിയാം. ഇത് സപ്ലിമെന്ററി കോംപ്ലിമെന്ററി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മിച്ച ചിത്രമേ ഉള്ളൂ. 180 നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെയല്ലേ വരാം? 180 അല്ലേ? അപ്പം ഇങ്ങനെ വരുന്നതുകൊണ്ട് സപ്ലിമെന്ററി എസ്. ഓക്കെ, 180 അല്ലേ? അപ്പോൾ ഞാൻ ഈ 8ഉം ഈ എസും കൂടി കമ്പയർ ചെയ്തിട്ട് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. നിങ്ങൾ ഇപ്പോൾ ചിരിക്കുമോ? പിന്നെ അതൊക്കെ ഓർമ്മ ഉണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും എന്തായാലും, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി, കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിളിന്റെ സമ്മ് 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് ലൈന് കണ്ടോ? ഒരു ലൈന്, രണ്ടാമത്തെ ലൈന്. ഈ രണ്ട് ലൈന് തമ്മിൽ എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്തു. അപ്പം ഈ ഒരു പോയിന്റ് ആണ് ഇതിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ്.
ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടല്ലോ, അതായത് ഈ എ എന്ന് പറഞ്ഞ ആംഗിളും ഈ എ പോട്ടെ, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും, അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. എന്ത് നമുക്ക് പറഞ്ഞ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഓപ്പോസിറ്റ് ആംഗിൾ സബ്റ്റൻഡഡ് ഓൺ ദി ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ടു ഇന്റർസെക്റ്റിംഗ് ലൈൻ. രണ്ട് ഇന്റർസെക്റ്റിംഗ് ലൈനിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ്, അതിനെ പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അത് എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ എ ഇത് രണ്ടും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അതേപോലെ ഈ ബിയും രണ്ടും ഒരേ ലെറ്റർ സൂചിപ്പിക്കാൻ കാരണം രണ്ടും ഈക്വൽ ആണെന്നുള്ളതാണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, രണ്ട് ലൈൻസ് അത് ഇന്റർസെക്ട് ചെയ്തു ഈ ഒരു പോയിന്റിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇതിന് പറയുന്ന പേരാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പൊ നമ്മൾ പഠിച്ച ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് അടുത്ത പോയിന്റിൽ വരുന്നുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല, ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഞാനൊക്കെ പഠിച്ചെങ്ങനെയായിരുന്നു, രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദകം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആംഗിൾസിലെ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതാണ് സംഭവം. അപ്പം ആംഗിൾസ് മെയ്ഡ് ബൈ എ ട്രാൻസ്വേഴ്സൽ ലൈൻ വിത്ത് ടു പാരലൽ ലൈൻസ്. എന്താണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ? സമാന്തര രേഖകൾ. പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ രണ്ട് ലൈന് പാരലൽ ലൈൻ ആണോ? അത് ആവണമെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഈ രണ്ട് ലൈൻ നമ്മൾ എത്ര നീട്ടി വരച്ചാലും അത് ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല, എവിടെ വെച്ചിട്ടും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് സപ്പോസ് ഇവിടെ ഡി ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അത് എത്ര നമ്മൾ വരച്ചാലും, ഇത് വളഞ്ഞു നോക്കണ്ട കേട്ടോ, എത്ര നമ്മൾ വരച്ചാലും എന്തായിരിക്കും? ഡി ആയിരിക്കും. അതായത് ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇത് എവിടെയും എന്ത് ചെയ്യില്ല, എത്ര നമ്മൾ നീട്ടി വരച്ചാലും ഇത് ഒരിക്കലും എവിടെയും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. അങ്ങനത്തെ ലൈൻസ് ആണ് പാരലൽ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ വരച്ച ഈ ഒരു ലൈന്, ഇത് L1 കൊടുക്കാം, ഇത് L2, ഇത് രണ്ടും പാരലൽ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, പിന്നെ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് അത് പാരലൽ അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് പാരലൽ ആണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, ഇനി വേറൊരു ലൈൻ L3. ഓക്കെ, ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഈ ലൈന് നമ്മുടെ രണ്ട് പാരലൽ ലൈൻസ്, അതായത് L1നെ L2നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ രണ്ട് ലൈനെയും കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ ലൈനിന്റെ പേരാണ് ട്രാൻസ്വേഴ്സൽ ലൈൻ. ഇവിടെ എന്താ സംഭവിച്ചത്? രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ആംഗിൾസ് ആണ് ഇവിടെ ഉണ്ടായത് നോക്കാം. 1 2 3 4 5 6 7 8 8 ആംഗിൾ ആണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ ആംഗിൾസിനെ കുറിച്ചാണ്. അതിൽ ഞാൻ ആദ്യം എഴുതിയ കാര്യം, ആംഗിൾ 1 is equal to ആംഗിൾ 3 ആണ്, ആംഗിൾ 2 is equal to ആംഗിൾ 4 ആണ് ഞാൻ എഴുതിയിട്ടുണ്ട്, ആംഗിൾ 5 is equal to ആംഗിൾ 7 ആണ് എഴുതിയിട്ടുണ്ട്, ആംഗിൾ 6 is equal to ആംഗിൾ 8 ആണ് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എങ്ങനെ എഴുതിയതെന്ന് ഞാൻ പറയണോ? ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം ഇതിന്റെ തൊട്ട മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ അതിനെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. എന്ത് ആംഗിൾസ് ആണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അല്ലേ? നോക്കൂ, ഇവിടെ രണ്ട് ലൈന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ആംഗിൾസ് ഒക്കെ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അതുകൊണ്ടാണ് ഇത് എന്തായത്? ഈക്വൽ ആയത്. ക്ലിയർ ആണല്ലോ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ക്ലിയർ. ഇനി അടുത്തത് ഞാൻ എഴുതിയത് ആംഗിൾ 3, അതായത് ഈ ഒരു ആംഗിൾ, ആംഗിൾ 5 എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ആംഗിൾ, അത് ഈക്വൽ ആണെന്ന് പറയുന്നു. അതേപോലെ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം. ഇത് നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇങ്ങനെ പഠിച്ചത്? ഒരു Z പോലെ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ആംഗിളും ഈക്വൽ ആണ് പഠിച്ച ഓർമ്മ ഉണ്ടോ? യെസ്, പഠിച്ചത് ഓർമ്മ ഉണ്ട്. അതിന്റെ പേരാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. Z ഓർമ്മിച്ചാൽ മതി, Z പിന്നെ Z തിരിച്ചിട്ട് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ തന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. മനസ്സിലായോ? ഏതാണ് ആംഗിൾസ്? നോക്കൂ, ഇത് ഇങ്ങനെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ, ഇതൊരു Z പോലെ, Z തിരിച്ചിട്ട് അല്ലെ, അതിന്റെ ഈ ആംഗിളും 3ഉം 5ഉം. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇതാ ഇതുപോലെ, ഈ ഒരു ആംഗിളും അതാണ് 4ഉം 6ഉം. ഈ ആംഗിളും അതാണ് 3ഉം 5ഉം. അതിനെ പറയുന്ന പേര് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിലെ രണ്ട് പാരലൽ ലൈന്, അപ്പോൾ ഈ ആംഗിൾസ് ആണ്, ഈ ആംഗിൾ 3ഉം 5ഉം അതേപോലെ 4ഉം 6ഉം
ഇതിന് പറയുന്ന പേര് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഏതൊക്കെ ഈക്വൽ? 3ഉം 5ഉം അതേപോലെ തന്നെ 4ഉം 6ഉം. ക്ലിയർ? അടുത്തത് ഞാൻ എഴുതിയത് 1ഉം 7ഉം ഇതാ, അതേപോലെ 2ഉം 8ഉം. അതെന്തായിരിക്കും? 1 ഏതാ? ഇതാണ്. 7 ഇതാണ്, ഏറ്റവും പുറത്തുള്ള. ഓക്കെ, ഇത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ, ഇത് റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ. അതേപോലെ ഇത് റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ, ഇത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ. ഇതിന് പറയുന്ന പേര് എന്തായിരിക്കും? ഇത് ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് എന്ത് പറയാം നമുക്ക്? എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓക്കെ, എനിക്കാണ് 1ഉം 7ഉം 2ഉം 8ഉം. നെക്സ്റ്റ് 3 + 6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4 + 5. അതായത് ഈ ആംഗിളിന്റെ 3ഉം 6ഉം ഇതിപ്പോൾ രണ്ട് പാരലൽ ലൈനാണ്. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സ് ലൈനാണ്. ഇത് ട്രാൻസ്വേഴ്സ് ലൈനിന്റെ ഒരു സൈഡിലുള്ള രണ്ട് ആംഗിൾസ്, രണ്ട് ഇന്റീരിയർ ആംഗിൾസ് ആണ് അല്ലേ? അതായത് ഈ രണ്ട് പാരലൽ ലൈനെ ഈ ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൽ ഒരു സൈഡ്, ഇത് റൈറ്റ് സൈഡ്, ഈ റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന രണ്ട് ഇന്റീരിയർ ആംഗിൾസ് ആണ് 3ഉം 6ഉം. അതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് 4ഉം 5ഉം അതിന്റെ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ലൈൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തോ. ഓക്കെ, ഇന്റീരിയർ ആംഗിൾസ് അല്ലെ, ഈ ട്രാൻസ്വേഴ്സ് ലൈനിന്റെ ഒരു സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ്, ഇത് മറ്റേ സൈഡിലെ ഇന്റീരിയർ ആംഗിൾസ്. ഈ രണ്ട് ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 1 = 5. അതേതാ? 1ഉം 5. 2 6. അതേപോലെ 3 7. 4 8. ഇതിന് പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇന്ന് നമ്മൾ വളരെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഏതൊക്കെയാണ്? ഈ 2ഉം ഈ 6ഉം. ഓക്കെ, പിന്നെ ഏതാ വരാം? ഈ 3ഉം ഈ 7ഉം. പിന്നെ 1ഉം, ഇത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1, പിന്നെ അതിന് നേരെപ്പുറത് കഴിഞ്ഞിട്ട് അടുത്തത് 4 ആണെങ്കിൽ 4 നേരെപ്പുറത് കഴിഞ്ഞിട്ട് അടുത്തത്. ഓക്കെ, അതിന് പറയുന്ന പേരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ എന്താണ്? ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ 8 ആംഗിൾ പഠിച്ചു. രണ്ട് പാരലൽ ലൈനെ ഒരു കോൺഫറൻസ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിന്റെ പ്രത്യേകത ആണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. എവിടെയൊക്കെ ഏതൊക്കെ വരും എന്നൊക്കെ നമ്മൾ അവസാനം നോക്കും കേട്ടോ. ഈ ക്ലാസ്സിലൊന്നുമല്ല, അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. നോട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഫോൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോയി പോകാൻ ചാൻസ്. നെക്സ്റ്റ്, ഇഫ് 2 ട്രാൻസ്വേഴ്സൽ ലൈൻ ഇന്റർസെക്ട് 3 പാരലൽ ലൈൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ എന്താണ്? ഇവിടെ 3 പാരലൽ ലൈൻ ഉണ്ട്, അതിനെ 2 ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രോപ്പർട്ടി, അതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിതാ ഈ ഒരു ഡിസ്റ്റൻസ് തരും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് തരും, ഈ ഒരു ഡിസ്റ്റൻസ് തരും. എന്നിട്ട് നമ്മളോട് ഈ ഡിസ്റ്റൻസ് കാണാൻ പറയും. ഒന്നുമില്ല, ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെക്കാം. 3 പാരലൽ ലൈനാണ്, LMN. ഈ 3 ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ 2 ലൈൻ എന്താണ്? ട്രാൻസ്വേഴ്സ് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് പോയിന്റാണ് STU/PQ/R. അപ്പോൾ ST ഈ ഒരു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ TU, ST/TU ഈസ് ഈക്വൽ ടു PQ/QR. ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ST/TU ഈസ് ഈക്വൽ ടു PQ/QR. നിങ്ങൾ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനിൽ ആവശ്യമാണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളെ നോട്ടിൽ ഉണ്ടായിക്കോട്ടെ. റിവൈസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ഈ 2 ട്രാൻസ്വേഴ്സൽ ലൈൻ ഇന്റർസെക്ട് 3 പാരലൽ ലൈൻസ്, ദെൻ ST/TU ഈസ് ഈക്വൽ ടു PQ/QR. ഓക്കെ, ഇനി ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തത് നമ്മളിപ്പോൾ ലൈൻസിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലേക്ക് കടന്നു. ട്രയാങ്കിൾ, അതായത് ത്രികോണം. എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനാണ്, അല്ലെങ്കിൽ ഒരു റീജിയൻ എൻക്ലോസ്ഡ് ബൈ 3 സൈഡ്സ് എന്ന് വേണം പറയാം അല്ലേ. എ പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് വിത്ത് 3 സൈഡ്സ് എന്ന് വേണമെന്ന് പറയാം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ് ഉണ്ടാവും, അതാണ് ട്രയാങ്കിൾ. അത് ഒരു റീജിയൻ എൻക്ലോസ്ഡ് ആണ് അല്ലേ. ഈ 3 സൈഡ് ABC ഒരു ട്രയാങ്കിൾ ആണ്. ഓക്കെ, ട്രയാങ്കിൾ എന്താണെന്ന് വെച്ചാൽ ത്രികോണം. ഓക്കെ, ഒരു ഫിഗറാണ്, 3 സൈഡ്സ് ഉള്ള ഒരു ഫിഗറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫിഗർ ബൗണ്ടഡ് വിത്ത് 3 സൈഡ്സ് എന്ന് പറയാം. ഓക്കെ, എല്ലാവരും പറയാം. പിന്നെ നമ്മൾ സാധാരണ ഒരു ട്രയാങ്കിളിനെ വെർട്ടെക്സുകൾ, ഇതിന് പറയുന്ന പേരാണ് വെർട്ടെക്സ്. ഓക്കെ, ഈ വെർട്ടെക്സുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, ക്യാപിറ്റൽ C. അതേപോലെ തന്നെ ട്രയാങ്കിളിന്റെ സൈഡുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ
ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ കൊണ്ടാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സാധാരണ സ്മോൾ എ എടുക്കാറ്, ക്യാപിറ്റൽ ബിന്റെ ഓപ്പോസിറ്റ് ആണ് സ്മോൾ ബി എടുക്കാറ്, ക്യാപിറ്റൽ സിന്റെ ഓപ്പോസിറ്റ് ആണ് സ്മോൾ സി എടുക്കാറ്. ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ. ഇനി ഈ ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ട്രയാങ്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയുന്ന ഉത്തരം എന്തായിരിക്കും അറിയാം? ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സമ്മ് എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പോൾ ശരിയാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയുന്ന നോളജ് വെച്ച് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെന്താ ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങനെ? ഞാൻ ഈ ബി സി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈനാണ്. ഞാൻ ഈ ബി സിക്ക് പാരലലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ബി സിക്ക് പാരലലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്ന ആംഗിൾ സി ആണ്. ആംഗിൾ സി. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ മതിയാവൂ. കാരണം രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് രണ്ടും ഈക്വൽ ആണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആംഗിൾ സി ആണെങ്കിൽ ഈ ആംഗിൾ സി ആണ്. അതേപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആണോ? ആണ്. ഈ ആംഗിൾ ബി ആണ്, ഈ ആംഗിൾ എന്തായിരിക്കും? ബി ആണ്. ഇപ്പൊ ഇതെന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെയുള്ള 3 ആംഗിൾസ് ഏതൊക്കെയാണ്? സി, എ, ബി. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പൊ എനിക്ക് എന്താ പറയാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് അല്ലാതെ വേറെ രീതിയിലും പ്രൂവ് ചെയ്യാം, പക്ഷെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞാൽ ഈ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. മനസ്സിലായോ? ഈ ആംഗിൾ ഈക്വൽ അല്ലേ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലേ? ഈ ആംഗിളും ഈക്വൽ അല്ലേ? അതെ. പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ 180 അല്ലേ? അതെ. അപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആണല്ലോ. യെസ്, എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. നെക്സ്റ്റ്, അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇത് നമുക്ക് ജോമെട്രി കഴിയുന്നത് വരെ ആവശ്യമുള്ള പോയിന്റ് ആണ്. എവരി എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ സി എന്ന് പറയുന്ന ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ബി എന്ന് പറഞ്ഞ ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ ഒരു ആംഗിൾ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഈ ആംഗിളിന്റെ ഇന്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ, സം ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ഉണ്ടാവില്ലേ, ഈ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള 2 ആംഗിൾസ്. ഈ 2 ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ. അപ്പൊ ഇതിൽ പറയുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ആൽഫക്ക് ഈക്വൽ ആണെന്നാണ് പറയുന്നത് അല്ലെ? ആൽഫ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ ഈ 2 ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആണെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് പ്രൂവ് ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ, അപ്പൊ ഈ ഒരു ട്രയാംഗിൾ തന്നെ നമുക്ക് എടുക്കാം. ഇത് ആംഗിൾ എക്സ് ആണ്. ചുമ്മാ നമ്മൾ എടുത്തു, എക്സ് എന്ന് എടുത്തു. ഇത് ആംഗിൾ എക്സ് ആണ്, ഇത് ആംഗിൾ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാംഗിളിന്റെ 3 ആംഗിളിന്റെ സമ്മ് 180 ആണല്ലോ. അതെ. അപ്പൊ ഈ ആംഗിളും എക്സും ഈ ആംഗിൾ വൈ ആണ്, ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്ന് എക്സും വൈയും കുറക്കണം ആണല്ലോ. ആണ്. പിന്നെ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? 180 മൈനസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ആൽഫ. ഇത് എന്ത് പറയാൻ പറ്റും? ആൽഫ ആണോ? സോറി, തെറ്റിപ്പോയി, വെട്ടി. അതായത് ഈ മൊത്തം ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. അതായത് 180 മൈനസ് എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മൈനസ് വൈ, അതിന് കൂടെ എന്ത് കൂട്ടണം? പ്ലസ് ആൽഫ ചെയ്താൽ എത്ര കിട്ടണം? 180. അതായത് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ 180 ആണ്. ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ 180. ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ. ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 180 മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് ആൽഫ ഇസിക്കൽ 180. ഈ 180 പോയി. പിന്നെ എന്താ ഉള്ളത്? ഈ ആൽഫനെ ഇവിടെ വെച്ചിട്ട് എക്സും വൈ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടും? ആൽഫ ഈസിക്കൽ ടു എക്സ് പ്ലസ്. ആൽഫ ഈസിക്കൽ ടു എക്സ് പ്ലസ്. ഓക്കെ, അപ്പൊ എന്ത് മനസ്സിലായി? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ 50 ആണ്, ഈ ആംഗിൾ 30 ആണ്. എന്നിട്ട് നമ്മളോട് ഈ ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും?
ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇതെന്തിന് ഈക്വലാണ്? ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളിന്റെയും സമ്മിന് ഈക്വലാണ്. ടോട്ടൽ 50 വരണം. അപ്പോൾ ഇത് എത്രയായിരിക്കും? 20. മനസ്സിലായോ? ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ട് ആ സൈഡ് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ 3, 4, 5 ഇത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡായിട്ട് വരുമോ? അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത് ഉള്ള 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള 3 ഈർക്കിൽ കഷ്ണങ്ങൾ തന്നാൽ അത് കൂട്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എങ്ങനെ പറയാൻ പറ്റും? അത് നിങ്ങൾക്ക് ഏതൊക്കെ സൈഡ് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ സൈഡിന്റെ ലെങ്ത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സൈഡ് തന്നാലും അത് വെച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും. എങ്ങനെ? അത് നിങ്ങൾ 2 കാര്യങ്ങൾ അറിയേണ്ടി. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, സം ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ സമ്മ് എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വരച്ചത് ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അപ്പോൾ ഇതിൽ പറയുന്ന പ്രോപ്പർട്ടി എന്താണ്? സം ഓഫ് 2 sides. ഇതിൽ ഏത് 2 സൈഡ് എടുത്താലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഏത് 2 സൈഡ് എടുത്ത് അതിന്റെ സമ്മ് നോക്കിയാൽ അത് മൂന്നാമത്തെ സൈഡിനേക്കാൾ വലുതായിരിക്കും. അതായത് ഇവിടെ ഞാൻ എയും ബിയും സിയും എടുത്തു. അപ്പോൾ എയും ബിയും എടുത്തു. അതായത് എൻ്റെയും ബിൻ്റെയും സമ്മ് എപ്പോഴും സിനേക്കാൾ വലുതായിരിക്കും. ഇത് മാത്രമാണോ? അല്ല. ഞാൻ ബിയും സിയും ആണ് എടുക്കുന്നതെങ്കിൽ ബിൻ്റെയും സിൻ്റെയും സമ്മ് എനേക്കാൾ വലുതായിരിക്കും. അതേപോലെ തന്നെ സിൻ്റെയും എൻ്റെയും സമ്മ് എപ്പോഴും ബിനേക്കാൾ വലുതായിരിക്കും. ക്ലിയർ? ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സം ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ സം എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഡിഫറൻസ് ഓഫ് 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ദ തേർഡ് സൈഡ്. അതായത് ആ ഏതെങ്കിലും 2 സൈഡ് നമ്മൾ എടുത്തു, അതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാൾ ചെറുതായിരിക്കണം എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ എയും ബിയും എടുക്കുകയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? സിനെ. സാധാരണ ഇവിടെ നമ്മൾ മോഡ് ഇട്ടാണ്. ഈ മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡിൻ്റെ ഉള്ളിൽ ഫുൾ പോസിറ്റീവ് വരും എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് വരില്ല എന്ന് ഉദ്ദേശിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇത് 5ഉം ഇത് 8ഉം ആണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 5 - 8 -3 അല്ല. ഡിഫറൻസ് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ടാണ് അതിപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് ഉള്ളത്. അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ 2 സൈഡിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? മൂന്നാമത്തെ സൈഡിനേക്കാൾ ചെറുതായിരിക്കും. അതേപോലെ ബി മൈനസ് സി ലെസ് ദാൻ എ, അതേപോലെ സി മൈനസ് എ ലെസ് ദാൻ. 2 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത്, ഒരു ട്രയാങ്കിളിലെ 2 സൈഡിന്റെ സമ്മ് മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ ഡിഫറൻസ് മൂന്നാമത്തെ സൈഡിനേക്കാൾ കുറവായിരിക്കും. 2 പോയിന്റ്. ഓക്കെ, അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 സൈഡ് തന്നാൽ അതിനെക്കൊണ്ട് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് 3 തരം ട്രയാങ്കിളിനെ കുറിച്ചാണ്. അതായത് ട്രയാങ്കിളിനെ നമ്മൾ ആംഗിളിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അത് 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ്. രണ്ടാമത്തത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. മൂന്നാമത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ θ ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും എന്തായിരിക്കും? ആംഗിൾസ് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾസ് ആർ ലെസ് ദാൻ ഏത്? 90 ഡിഗ്രി. ഈ ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾ എന്തായിരിക്കും? 90-നേക്കാൾ കുറവായിരിക്കും. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ എന്തായിരിക്കും? 90-നേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ എന്തായിരിക്കും? 90-നേക്കാൾ ചെറുതായിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 ആംഗിൾ 90-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആംഗിൾ വെച്ച് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ നമ്മളോട് ഇപ്പോൾ നമ്മളിത് പഠിച്ചല്ലോ, അക്യൂട്ട് ആംഗിളും റൈറ്റ് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും. ഏതെങ്കിലും 3 സൈഡ് തന്നു ഒരു ട്രയാങ്കിളിൻ്റെ. പറഞ്ഞു ഫോർ എക്സാമ്പിൾ 3, 4, 5. 3, 4, 5 ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് ആണെങ്കിൽ ആ സൈഡ് വെച്ച് ഉണ്ടാക്കുന്ന ട്രയാങ്കിൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കുമോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കുമോ, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചാൽ
3, 4, 5 ആയതുകൊണ്ട് നിങ്ങൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയും. കാരണം നിങ്ങൾക്ക് പൈത്തഗോറസ് തിയറം നിങ്ങൾ പണ്ട് പഠിച്ചതൊന്നും. അതേസമയം വേറൊരു സൈഡ് തന്നു 5, 7, 8. ഈ 5, 7, 8 എന്ന് പറയുന്നത് ഒരു സപ്പോസ് അതൊരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണെങ്കിൽ അത് ഉണ്ടാക്കുന്നത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? അത് അക്യൂട്ട് ആംഗിൾ ആണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ, റൈറ്റ് ആംഗിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. എന്താണത്? ഇത്രേ ഉള്ളൂ. If C is the largest side of triangle ABC and the remaining two sides are A, B. C എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏറ്റവും വലിയ സൈഡാണ്, ബാക്കി രണ്ട് സൈഡ് എയും ബിയും ആണ്. എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അതിന്റെ സ്ക്വയറിന്റെ സമ്മ് സി സ്ക്വയറിനേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ എ ബി സി, അതിൽ സി ആണ് ലാർജസ്റ്റ് സൈഡ്. ഓക്കെ, അതിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് സി സ്ക്വയറിനേക്കാൾ വലുതാണെങ്കിൽ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇത് അക്യൂട്ട് ആംഗിളിന്റെ ട്രയാങ്കിൾ ആയിരിക്കും. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ട്രയാങ്കിൾ. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ആണെങ്കിൽ എന്ത് ട്രയാങ്കിൾ? നമ്മൾ പണ്ട് പഠിച്ച പൈത്തഗോറസ് തിയറം ആണ് അല്ലേ. സി എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് സൈഡാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയറിന്റെയും ബി സ്ക്വയറിന്റെയും സമ്മ് സി സ്ക്വയറിന് ഈക്വൽ ആണെങ്കിൽ അത് എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സമ്മ് സി സ്ക്വയറിനേക്കാൾ ചെറുതാണെങ്കിൽ എന്ത് ട്രയാങ്കിൾ ആണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5, 7, 9 എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ് ആണെങ്കിൽ ഇത് ഉപയോഗിച്ചുണ്ടാകുന്ന ട്രയാങ്കിൾ എന്ത് തരം ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ വലിയ സൈഡ് എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 9ന്റെ സ്ക്വയർ എടുക്കുക 81, 7ന്റെ സ്ക്വയർ 49, 5ന്റെ സ്ക്വയർ 25 ആണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ 5ന്റെ സ്ക്വയറും 7ന്റെ സ്ക്വയറും ആഡ് ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 74. 74 81നേക്കാൾ ചെറുതാണോ വലുതാണോ? 81നേക്കാൾ ചെറുതാണ്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ. ക്ലിയർ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലെസ് ദാൻ സി സ്ക്വയർ. എന്തിനാണിത് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ എന്തിനാ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ നോട്ടിലുണ്ടായിക്കോട്ടെ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോമെട്രിക് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നിന്ന് എപ്പോഴോ അത് അതിൻ്റെ പാട്ടിന് പോയിട്ടുണ്ടാവും. ഓക്കെ, റിവിഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ ട്രയാങ്കിളിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ആംഗിളിന്റെ ബേസിലായിരുന്നു. ഇനി ഞാൻ 3 ട്രയാങ്കിളിനെ സൈഡിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. സ്കേലൻ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സ്കേലൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വിഷമഭുജ ത്രികോണം, ഐസോസിലസ് എന്ന് പറഞ്ഞാൽ സമപാർശ്വ ത്രികോണം, ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ സമഭുജ ത്രികോണം. സ്കേലൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്പോസ് ഇതിന്റെ സൈഡ് എ, ഇത് ബി, ഇത് സി ആണെങ്കിൽ A is not equal to B, not equal to C. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഡിഫറെന്റ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡും ഡിഫറെന്റ് ആണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് സ്കേലൻ ട്രയാങ്കിൾ. സ്കേലൻ ട്രയാങ്കിൾ പ്രത്യേകത പറഞ്ഞാൽ 3 സൈഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ 3 ആംഗിൾ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ കൂടെ വരുന്നതാണ്. അത് അടുത്ത പോയിന്റ് നമ്മൾ പറയും. സ്കേലൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൽ 3 സൈഡും ഡിഫറെന്റ് ആണെങ്കിൽ സ്കേലൻ ട്രയാങ്കിൾ. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് എന്തായിരിക്കും? 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു സൈഡ്, ഈ 2 സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ. പിന്നെ ഇവിടെയുള്ള വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോപ്പർട്ടിയാണ്, മാർക്ക് ചെയ്യേണ്ടതാണ്. ഒരു ട്രയാങ്കിളിന് 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൽ എ ബി ഈസ് ഈക്വൽ ടു എ സി ആണ്. മാത്രമല്ല ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ 2 ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റണം. പറ്റുമോ? പറ്റും. കാരണം ഇത് 30 ആണെങ്കിൽ ഈ 2 ആംഗിളിന്റെ സം എത്ര ആയിരിക്കും? എനിക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളിന്റെ സം എത്ര? 180 ആണ്. അപ്പൊ ഈ ആംഗിൾ 30 ആണ്. അപ്പൊ ഈ 2 ആംഗിൾ സം എത്ര വരും? 180 മൈനസ് 30, 150 വരണം. പക്ഷെ എനിക്ക് ഇത് രണ്ടിന്റെ സമ്മേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ ബിയും എ സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അറിയുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിൾ, അതായത് ഇതിന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റും എക്സ് ആയിരിക്കും. അപ്പൊ 2x 150, എക്സ് എത്രയാണ്? 75. ഇത് 75 ആയിരിക്കും, ഇത് 75 ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോട്ട് ചെയ്യാം. ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഓക്കെ, ഐസോസിലസ് ഓക്കെ ആണല്ലോ? ഐസോസിലസ് എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും.
ആ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലാറ്ററൽ ഇവിടെ രണ്ട് സൈഡാണ് ഈക്വൽ, അതായത് ഇവിടെ ഒരു സൈഡ് ഈക്വൽ അല്ല. അപ്പോൾ ഇതെന്തായിരിക്കും? മൂന്ന് സൈഡും ഈക്വൽ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് എ ആണ്, ഇത് എ ആണ്, ഇത് എ ആണ്, മൂന്ന് സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ ഇതിൽ ഓരോ ആംഗിൾ എത്ര ആയിരിക്കും? ഇവിടെ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി പ്രകാരം ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റുള്ള ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ഈക്വൽ സൈഡ്, ഇതൊരു സൈഡാണ്, ഇതും ഒരു സൈഡ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റും എക്സ് ആണ്. ഇനി ഞാൻ ഇത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പോൾ 3 എക്സ് 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 3x is equal to 180 ഡിഗ്രി, അതായത് x is equal to 60 ഡിഗ്രി. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? 3 ആംഗിളും 60 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 3 ആംഗിളും എത്രയാണ്? 60 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത 3 സൈഡ് ഈക്വൽ ആണ്. ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? സിമ്പിൾ. എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ? യെസ്, ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ ആണ്. ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് പറയാം. നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലും മിനിമം കുറച്ച് പോയിന്റ്സ് നമ്മളിങ്ങനെ പഠിച്ച് പോകാം. നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ ഒരു ഇരുന്ന് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കവർ ചെയ്യാന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുക. ഓക്കെ. ഇല്ല, ഞാനിനിപ്പോൾ ലാസ്റ്റ് ഈ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഏരിയ കാണുന്ന മൂന്ന് ഫോർമുല ഉണ്ട് ഏരിയ കാണാൻ ബേസിക് ആയിട്ട്. ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക്കായ 3 ഫോർമുലാസ് ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന് ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എങ്ങനെ കാണും? നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചൊരു പോയിന്റാണ്. ഒരു ട്രയാങ്കിളിന്റെ ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറയും അല്ലേ? ബേസ് എന്ന് പറഞ്ഞാൽ ബി, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഓക്കെ. അപ്പൊ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഹൈറ്റ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്ത് ട്രയാങ്കിളാണ്? ഇത് 90നേക്കാൾ കൂടുതലാട്ടോ. ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ഒക്കെ ഇതാണ്. ഹൈറ്റ് അതായിരിക്കും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിന്ന് ജസ്റ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് നീളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഇതാണ് എന്ത്? ഓക്കെ. അപ്പോൾ നമുക്ക് ബേസ്, ഒരു ട്രയാങ്കിളിൻ്റെ ബേസും പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റും അറിയെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇത് ബേസ്, ഇത് ഹൈറ്റ്, അല്ലെങ്കിൽ ഇത് എ ആണ്, ഇത് ബി, എന്ത് വേണം കൊടുത്തോളൂ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈപ്പോട്ടനസിൻ്റെ ആവശ്യം ഇല്ല, ഇത് രണ്ടും മതി. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അത് ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇനി ഇതെന്ത് ട്രയാങ്കിളാണ്? നമ്മൾ തൊട്ട മുന്നേ പറഞ്ഞു ഇതെന്ത് ട്രയാങ്കിളാണ്? ഈ ട്രയാങ്കിൾ പ്രത്യേകം എന്താ? ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ എന്ത് ട്രയാങ്കിളാണ് അത്? ഇതിൻ്റെ പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? അതും ഹാഫ് ബി എച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നു, അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ വേറെ പ്രോപ്പർട്ടിയിൽ പറയും. അതായത് അതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഒരു മീഡിയനായിട്ട് ആക്ട് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഏരിയ കാണാൻ വേറൊരു ഫോർമുല കൂടി ജസ്റ്റ് വന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. അത് ഞാൻ വേറൊരു ഫോർമുലയായിട്ട് വേണം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു b/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4a² മൈനസ് b. എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള സൈഡാണ്, ബി എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത സൈഡാണ്. ഓക്കെ. b/4 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4a² മൈനസ് b². നിങ്ങളിങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നമുക്ക് അതിൻ്റെ ഹൈറ്റും ബേസും തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ചെയ്യും. എന്നാലും ജസ്റ്റ് നിങ്ങൾ അറിയാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനിൽ 4 ഓപ്ഷൻ, ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ 4 ഓപ്ഷൻ, അതിലൊരു ഓപ്ഷൻ ഇതൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്ത് സമയം പോകണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇതിപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ എഴുതിയേക്കേണ്ട എന്താണ്? ഏരിയ ഓഫ് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? അതും വരുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. ഏരിയ എന്തായിരിക്കും? √3/4a², അല്ലെങ്കിൽ √3a²/4 എന്ന് പറയാം. ഓക്കെ. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ഐസോസിലസ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എല്ലാ ട്രയാങ്കിളും. ഓക്കെ. നമുക്ക് ബേസും ഹൈറ്റും അറിയെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അത് വെച്ചിട്ടാണ് ഇത് രണ്ടും നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കാം. ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് √3/4a². അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിളിലെ കാര്യത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, അതിൻ്റെ 3 സൈഡ് ഈക്വൽ ആയിരിക്കും.
രണ്ടാമത്തത് അതിൻ്റെ 3 ആംഗിളും 60 ഡിഗ്രിയാണ്. മൂന്നാമത്തത് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ രണ്ട് കേസിൽ കൂടി നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. രണ്ടാമത്തത് ഇതാണ്. എന്താ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത? ഈ കേസിൽ നമുക്ക് നോക്കും, ഇതൊരു സൈഡ് എ ആണ്, രണ്ടാമത്തെ സൈഡ് ബി ആണ്. പിന്നെ നമുക്ക് തന്നത് ഈ ഒരു രണ്ട് സൈഡും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ അത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഏരിയ കാണാൻ എന്താ ചെയ്യുക? അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ല ചെയ്യുക. നമ്മുടെ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു, അങ്ങനെ നമ്മൾ ഷോർട്ട് കട്ടിന് ചെയ്യുകയാണെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു സൈൻ തീറ്റ വരും. ഓക്കെ, നോർമൽ കേസ് ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സൈൻ തീറ്റ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അത് ഇൻക്ലൂഡ് ചെയ്ത ആംഗിളും തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാൻ എന്താ ചെയ്യേണ്ടത്? ഹാഫ് ഇൻറ്റു എ ബി ഇൻറ്റു സൈൻ തീറ്റ. മൂന്നാമത്തെ കേസ്, ലാസ്റ്റ് കേസ്, നമുക്ക് തന്നത് ഇതൊന്നുമല്ല, നമുക്ക് തന്നത് 3 സൈഡ്സാണ്. 3 സൈഡാണ് തന്നത്. 3 സൈഡ് തന്നിട്ട് ഏരിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 3 സൈഡും ആദ്യം ട്രിപ്ലെറ്റ് ആണെന്ന് പരിശോധിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു നമ്മളോട് പറയുകയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിങ് സൈഡ്സ് 3, 4, 5 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്യരുത്, നമുക്ക് ടൈം വേസ്റ്റ് ആണ്. കാരണം ഇതെന്താണ്? ഒരു ട്രിപ്ലെറ്റ് ആണ്. ട്രിപ്ലെറ്റ് ആണ് എന്താ? ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആവാൻ പറ്റുന്ന സൈഡ്സ് ആണ്. അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരുന്നു? a² + b² c² ആണ്. രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് ആ വലിയ സൈഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ് അല്ലേ? 3, 4, 5 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആണ്, ഇതിൻ്റെ സ്ക്വയർ ആണ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 3, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 4, അല്ലെങ്കിൽ ബേസ് 4, ഹൈറ്റ് 3, രണ്ട് രീതിയും ചെയ്തൂടെ അല്ലേ? 3, 4, 5 എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് സംബന്ധിച്ച്. ഇനി ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാത്ത അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ 7, 8 ആണ് വിചാരിച്ചോ. എന്നിട്ട് പറയുകയാണെങ്കിൽ 7, 8, 9 ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ആണെങ്കിൽ അതിൻ്റെ ഏരിയ ഇങ്ങനെ കാണും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരാണ് ഹിറോൺസ് ഫോർമുല. പണ്ട് നമ്മൾ പഠിച്ചിട്ട് ഹിറോൺസ് ഫോർമുല ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇനി അതല്ല ഇവിടെ അപ്പോസ്ട്രോഫി ഇല്ലെങ്കിൽ ക്ഷമിക്കുക, സോറി. ഇങ്ങനെയും കാണാറുണ്ട്, ഇങ്ങനെയും കാണാറുണ്ട്. ഇതിലേതാണെന്ന് കുഴപ്പമില്ല, പേരിൽ വലിയ ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങൾ എന്താ സംഭവം എന്നറിയാം, ABC ഇത് ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. അപ്പോൾ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ എന്താണ് എസ്? എസ് എന്ന് പറഞ്ഞാൽ A + B/2. എന്താണ് A + B+C? ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇത് 3 സൈഡാണ്. ഈ 3 സൈഡിൻ്റെയും സമ്മിന് പറയുന്ന പേരാണ് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ A + B+C അല്ലേ? ചുറ്റളവല്ലേ? 3ഉം കൂടി ആഡ് ചെയ്താൽ. അപ്പോൾ A + B+C/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ പറയുന്ന പേരാണ് സെമി പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എസ് എന്താണെന്ന് കിട്ടി. എസ് എന്ന് പറഞ്ഞാൽ A + B+C/2. 3 സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഇവിടെ നമുക്ക് എസ് എന്തായിരിക്കും? 9 + 8 + 7/2. 9 + 8 17, 24, 24/2 12. ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 12 ഇൻറ്റു 12 മൈനസ് 7 ഇൻറ്റു 12 മൈനസ് 8 ഇൻറ്റു 12 മൈനസ് 9. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ 3 കേസ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, രണ്ടാമത്തത് ഹാഫ് AB സൈൻ തീറ്റ, മൂന്നാമത്തത് റൂട്ട് ഓഫ് S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇത്രയും കാര്യങ്ങളാണ് ജോമെട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിളിൻ്റെ സെൻറ്റേഴ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതൊക്കെയാണ് ട്രയാങ്കിളിൻ്റെ സെൻറ്റേഴ്സ്? ഓരോ സെൻറ്ററിലും പ്രോപ്പർട്ടി എന്താണ്? എങ്ങനെയാണ് ഒരു സെൻറ്റർ ഉണ്ടാകുന്നത്? എന്ത് യോജിക്കുന്ന സമയത്താണ്, എന്ത് ഇൻ്റർസെക്റ്റ്, ഏത് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോരോ സെൻറ്ററുകളും പിറവിയെടുക്കുന്നത്? അപ്പോൾ നമുക്ക് 4-5 സെൻറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഓരോ സെൻറ്ററിന് പ്രോപ്പർട്ടീസ് പഠിക്കാനാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ വളരെ കണ്ടന്റ് ബേസ്ഡ് ആയിരിക്കും. ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ തന്നെ വരണം. ഒരിക്കലും ലാഗ് വരരുത്. ക്ലാസ് കാണാൻ ലാഗ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോകും. നിങ്ങൾക്ക് ഹെവി ലോഡ് വരും. എല്ലാ ക്ലാസ്സും കൂടി അവസാനം ഒരുമിച്ച് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പറയും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വരെ വേണമെങ്കിൽ നിങ്ങൾ പറയും. ഓക്കെ, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ശരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഞാൻ
ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് പക്കയായിട്ട് നിങ്ങളുടെ കൂടെ വേണം, റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എക്സാമിന് അത് ഉപകരിക്കുള്ളൂ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് 2 പെന്നോ 3 പെന്നോ 3 കളർ പെന്നോ എങ്ങനെ വേണം കൊടുത്തിട്ട് നിങ്ങൾ ബോക്സോ എന്ത് വേണം വരച്ചിട്ട് നിങ്ങൾ അട്രാക്റ്റീവായിട്ട് നിങ്ങൾ ആ നോട്ട് കൊണ്ടു നടക്കണം. അഡ്വാൻസ്ഡ് നോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അരിത്തമെറ്റിക് നോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, പക്ഷേ അഡ്വാൻസ്ഡ് നോട്ടില്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണം, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.